ഇനിയെങ്കിലും ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയില്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ സംഭവിച്ചതിനേക്കാൾ ദയനീയമായ രീതിയിൽ നാമാവശേഷമായി ഈ മൂന്നക്ഷരം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഏവരും കുറിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വ്യക്തമായ ഒരാധിപത്യം ഉറപ്പിക്കാൻ BJPക്കാണ് സാധിക്കുന്നത്. CPMനെ സംബന്ധിച്ച് അതിദയനീയമെന്ന് പറയുന്നതാകും ഇതിനേക്കാൾ നല്ലത്. ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെ തിരിച്ചറിയാതെ ഇപ്പോഴും ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ഇടതുവിരുദ്ധ വികാരമില്ല, ഭരണവിരുദ്ധ വികാരമില്ല, ജനം തങ്ങൾക്കെതിരല്ല എന്ന് പറയുന്ന ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇനി ഭാവി ആകെ മോശമായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു ക്യാപ്സ്യൂൾ ഇറക്കിയ ബ്രിട്ടാസിനെ സൈബറിടത്ത് ഏവരും വലിച്ചു കീറുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന ഈ ജനവിധിയിൽ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമാനമായി തന്നെയുള്ള ആഘാതം CPMന് ഇത്തവണയും നേരിടേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നോക്കി കാണേണ്ടതില്ല, തദ്ദേശ തിരഞ്ഞെടുപ്പിലാണ് തങ്ങളുടെ കരുത്ത് തെളിയിക്കുക എന്ന് നേരത്തെ പറഞ്ഞ CPMനെ സംബന്ധിച്ച് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് കാണാമെന്ന രീതിയിലേക്ക് റൂട്ട് മാറ്റേണ്ടി വന്നു. ശക്തമായ അടിത്തറയുണ്ടെന്ന് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചെങ്കോട്ടയായി ചൂണ്ടിക്കാണിക്കുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ദയനീയ പരാജയം പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെയും മലയോര ജനതയുടെയും ഒക്കെ തന്നെ പിന്തുണ ഇത്തവണയും നഷ്ടമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ അതിൻ്റെ തനിയാവർത്തനം. ജില്ലയിലാകെ 123 തദ്ദേശ വാർഡുകൾ UDFന് അധികമായി നേടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തവണ ഒരു വമ്പൻ ജയത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിഞ്ഞത്. അത് വിട്ടുകൊടുക്കുകയല്ല, കൊണ്ടുപോയി തുലച്ചു കളയുകയായിരുന്നു CPM ചെയ്തത്. ഇതിനിടയിൽ നേട്ടമുണ്ടാക്കിയ BJPയുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. പുനർനിർണയത്തിലൂടെ ആകെ വാർഡുകൾ വർദ്ധിച്ചിട്ട് പോലും, അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടി ഇത്തരമൊരു സമ്പ്രദായം കൊണ്ടുവന്നിട്ട് പോലും നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ആകെ നേടിയ ഒരു സീറ്റിൻ്റെ വർധന പോലും ഇല്ലാത്തതിൽ CPMനെ സംബന്ധിച്ചുണ്ടാക്കിയ ആ ക്ഷീണം, ആ വോട്ട് ചോർച്ച അതിനിയെങ്കിലും തിരിച്ചറിയുക. 36 വാർഡാണ് പഞ്ചായത്തിൽ നിന്നും കൈവിട്ടു പോയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഈ ഒരു വാശിയോടുകൂടി നേരിടുകയാണെങ്കിൽ UDF ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, നോക്കേണ്ട കാര്യമേ ഇല്ല. CPMനെ സംബന്ധിച്ച് അതൊരു 50-ലെങ്കിലും എത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയായിരിക്കും അപ്പോൾ ഉണ്ടാകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലുണ്ടായത് വമ്പ മുന്നേറ്റം തന്നെയായിരുന്നു. അത് UDFനാണെന്ന് മാത്രം എടുത്തു പറയുക. CPMന് ഉറപ്പായും കിട്ടുമെന്ന പ്രതീക്ഷ വോട്ട് ബാങ്ക് ഒക്കെ ചോർന്നു പോയത് UDFിലേക്കായിരുന്നു. 8 പഞ്ചായത്തിലാണ് ഭരണം തന്നെ നഷ്ടമായത്. മലയോര മേഖലയാണ് അതിൽ കൂടുതലെന്നുള്ളത് എടുത്തു പറയേണ്ടത്. കാരണം മലയോര മേഖലയെയും അവിടുത്തെ കർഷകരെയും ഒക്കെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ LDFിലേക്ക് പിടിച്ചിരുത്തിയത്. എന്നാൽ കേരള കോൺഗ്രസ് എം വന്ന സമയത്ത് പാലയിൽ മാത്രമല്ല കണ്ണൂരിലും ഒരു കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. അന്ന് ആറളത്തും കേളകത്തും പയ്യാവൂരും ചെറുപുഴയും ഉദയഗിരിയും ഒക്കെ ഇടതിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊക്കെ തന്നെ തൂത്തുവാരിയിരിക്കുന്നു UDF. മനുഷ്യ വന്യജീവി സംഘർഷമൊക്കെ തന്നെയുള്ള ഈ മേഖലകളിൽ വോട്ടെടുപ്പിലും ആ വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നുള്ള കാര്യം ജനമനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചു. അക്കാര്യം വ്യക്തമായിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ. മലയോര മേഖലയിലെ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുന്ന CPMനെ സംബന്ധിച്ച് കരണത്ത് കിട്ടിയ അതിശക്തമായൊരു അടിയായി തന്നെ ഇതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. UDFന്റെ ഭരണസമിതിക്കെതിരെ കണ്ണൂർ നഗരസഭയിൽ വലിയ തോതിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും വോട്ടായില്ലെന്നല്ല, കയ്യിലുണ്ടായിരുന്നത് നഷ്ടമാകുന്ന, ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. 1 നിന്നും 4 സീറ്റ് ഉയർത്തി BJP അവിടെ മികച്ച പ്രകടനം കാണിച്ചു. എന്നാൽ CPMന് 4 സീറ്റ് അവിടെ നഷ്ടമാവുകയും ചെയ്തു. തുടരെയുള്ള ഈ തിരിച്ചടി അതെന്തുകൊണ്ടെന്നുള്ളത് പഠിക്കാൻ പോലും ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളത്, അത് മനസ്സിലാക്കി പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. ഇനി ഇതിനിടയിലാകട്ടെ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ പരാജയത്തെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ജോൺ ബ്രിട്ടാസ് MP പങ്കുവച്ചൊരു കുറിപ്പ്. അവിടുത്തെ ഭരണം നഷ്ടമായെങ്കിൽ പോലും LDFനുണ്ടായ വോട്ട് ഷെയറിലെ വർധനവ് ചൂണ്ടിക്കാട്ടി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള, കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇറക്കിയത്. അതും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും വെച്ച്. ആലോചിക്കേണ്ടത് BJPയുടെ വോട്ട് നില കുറഞ്ഞെന്നും LDFന്റെ വോട്ട് നില ഭദ്രമായിരിക്കുന്നു, കൂടുതൽ കൂടിയിരിക്കുന്നു, അതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നാണ് ജോൺ ബ്രിട്ടാസിൻ്റെ വിലയിരുത്തൽ. 51-ൽ നിന്നും 19-ലേക്ക് കൂപ്പുകുത്തിയതിൻ്റെ കാരണം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരിഹാസ രൂപേണ പലരും ചൂണ്ടിക്കാണിക്കുന്നത്.
ഇങ്ങനെയൊക്കെയുള്ള കണ്ടുപിടുത്തം എങ്ങനെ നടത്താൻ കഴിയുന്നു, അതും CPM അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നാണ് ഇവരും പറയുന്നത്. ആദ്യം ആ പോസ്റ്റ് പറഞ്ഞിട്ട് എന്താണ് ശരിക്കുമുള്ള വസ്തുത എന്നുള്ളത് കൂടി പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2,13,214 വോട്ടുകൾ കിട്ടിയെങ്കിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 2 ലക്ഷം എന്നത് 1,65,891 കുറഞ്ഞു. കോൺഗ്രസിൻ്റെ കാര്യം കൂടി പരിശോധിക്കണം. ക്ഷമിക്കണം, നേരത്തെ LDFിൻ്റെ കാര്യം പറഞ്ഞത് 29 സീറ്റായിരുന്നു, 51 നിന്നും 29. ഇനി കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് ദയനീയമാണെന്ന് പറയുന്നു. പക്ഷേ 10 നിന്നും 19 വന്ന കോൺഗ്രസ് ഇനിയിപ്പോൾ വിഴിഞ്ഞം കോൺഗ്രസിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയൊക്കെ പറയുന്നു. അത് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. എന്നിരുന്നാൽ പോലും ഇരട്ടി സീറ്റ് നേടിയ കോൺഗ്രസിൻ്റെ കാര്യം വ്യത്യസ്തമല്ലെന്നാണ് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് 1,84,727 വോട്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചപ്പോൾ അത് വലുതായി കുറഞ്ഞു. കാരണം 1,25,984 എന്നാണ് അതിൽ എടുത്തു പറയുന്നത്. അവിടെ നേട്ടമുണ്ടാക്കിയത് ആരെന്ന ചോദ്യം പിന്നീടുണ്ടാകും. അത് ഉറപ്പായും ഇടതുപക്ഷമാണെന്നാണ് ജോൺ ബ്രിട്ടാസ് കണക്കാക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,29,048 വോട്ട് കിട്ടിയ ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1,67,522 വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. മണ്ഡലം തിരിച്ചുള്ള കണക്കും പുറത്തുവിട്ടാണ് ഇങ്ങനെ ഒരു കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച 3 സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിനായി LDFിൽ നിന്നും CPIയുടെ പന്ന്യൻ രവീന്ദ്രനാണ് മത്സരിച്ചത്. അന്ന് തിരുവനന്തപുരത്തെ CPM നേതാക്കളൊക്കെ തന്നെ ആറ്റിങ്ങലിൽ പോയൊരു കാഴ്ച നമുക്ക് ഏവർക്കും കാണാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. പാവം പന്ന്യനൊപ്പം സാധാരണ CPIക്കാരും അതുകൂടാതെ തന്നെ വട്ടിയൂർക്കാവ് MLA കൂടിയായിട്ടുള്ള പ്രശാന്തുമല്ലാതെ ആരുണ്ടായിരുന്നു എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. പ്രമുഖ നേതാക്കളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പകരം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആറ്റിങ്ങലിൽ മത്സരിച്ചതുകൊണ്ട് ആറ്റിങ്ങലിലായിരുന്നു സകലമാന പാർട്ടി സംവിധാനങ്ങളും. അക്കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് തന്നെ CPM ആണെന്ന കാര്യം തറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തവണ ഒരു വർധന ഉണ്ടായിരിക്കുന്നു ഇടതുപക്ഷത്തിന് ഇത്രയധികം വോട്ടുകൾ എന്ന് പറയുന്നെങ്കിൽ അത്രയധികം വോട്ടർമാരെ അന്ന് അട്ടിമറിച്ചു, അതല്ലെങ്കിൽ ആ വോട്ട് കോൺഗ്രസിലേക്ക് നൽകി, അതല്ലെങ്കിൽ BJPയിലേക്ക് നൽകി എന്നുകൂടി പ്രിയപ്പെട്ട MP തിരുത്താൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ശശി തരൂരാണ് കോൺഗ്രസിൽ നിന്നും വിജയിച്ചത്. കേവലം 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതായത് അതിനു മുന്നേ 99,000-ഓളം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്ന ശശി തരൂരിൻ്റെ ആ ഒരു അപ്രമാദിത്വം അത് 16,000-ലേക്ക് എത്തിക്കാൻ കേവലം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് BJPക്ക് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു എന്നുള്ളതാണ് ഏവരെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചൊരു കാര്യം. അന്നേ കൃത്യമായി കുറിച്ചിട്ടതാണ് തിരുവനന്തപുരത്ത് താമര വിരിയിക്കാനുള്ള സാധ്യതകൾ എല്ലാം തന്നെ ഒരുങ്ങിയിരിക്കുന്നു. അതിനെ തടയിടാനായി പാർട്ടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളത് കോൺഗ്രസിനും LDFിനും ഒരുപോലെ കിട്ടിയ സൂചനയായിരുന്നു. പക്ഷേ അവരുടെ അശ്രദ്ധക്കുറവ് തന്നെയാണ് ഇത്തവണ താമര വിരിഞ്ഞെങ്കിൽ അതിനുള്ള കാരണം. അതിൽ അങ്കലാപ്പുണ്ടായിട്ടും ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ജോൺ ബ്രിട്ടാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപവും ഇങ്ങനെയാണ്: തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി എന്നതിൽ തർക്കമില്ല. വിശദാംശങ്ങൾ പഠിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ദേശീയ തലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആരവത്തിന്റെ പ്രഭവ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരും ഒരുപോലെ BJPയുടെ തിളക്കമാർന്ന വിജയത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ ഉരുത്തിരിയുന്ന യഥാർത്ഥ ചിത്രമെന്ത്? അത് അദ്ദേഹം പറയുന്നു. BJP 2,13,214 നിന്നും 1,65,891 എത്തി വോട്ട് കുറഞ്ഞു. കോൺഗ്രസ് 1,84,724 നിന്നും 1,25,984 കുത്തനെ ഇടിഞ്ഞു. ഇടതുപക്ഷം കുത്തനെ ഉയർന്ന ഒരു കണക്കാണ്. 1,29,048 നിന്നും 1,67,522 എത്തി ഒരു വർധനവുണ്ടായി. ഉള്ളടക്കവും യാഥാർത്ഥ്യവുമല്ല പ്രതീതിയാണ് പ്രസക്തമെന്ന കാലത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നതെന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ഈ പോസ്റ്റിന് കൃത്യമായ യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രതികരിക്കണമെന്നുള്ള പരിഹാസമടക്കം ഉയർന്നു വരുന്നുണ്ട്.